ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് നടന്ന മാനേജ്മെൻറ്റ് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ ഈസി ആയിട്ടാണ് എക്സാം ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കണം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് വന്ന 2 മാർക്കിൻ്റെ അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അതിൽ അറ്റൻഡ് ചെയ്യാം. 15 ക്വസ്റ്റ്യൻ 30 മാർക്കാണ്. അതിൽ 25 മാർക്ക് വരെയാണ് സീലിംഗ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ആദ്യത്തെ ചാപ്റ്റർ തന്നെ, വാട്ട് ഈസ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡിഫൈൻ ഓപ്പറേഷൻ റിസർച്ച്, OR എന്താണെന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് നെറ്റ്വർക്ക് അനാലിസിസ്, എന്തിനാണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഡമ്മി ആക്ടിവിറ്റി. 4ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫ്രീ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്. വാട്ട് ഈസ് പെർട്ട്, എന്തിനാണ് പെർട്ട് എന്ന് പറയുന്നത്. പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക്. നെക്സ്റ്റ് ഡിസിഷൻ തിയറി എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 7ാമത്തത് ക്രിട്ടിക്കൽ പാത്ത് എന്താണെന്നുള്ളത്. വാട്ട് ഈസ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഈ ആദ്യത്തെ 8 ക്വസ്റ്റ്യൻ നമുക്ക് കറക്റ്റായിട്ട് ഇന്നലെ തന്ന നിങ്ങളുടെ തിയറിയുടെ ആ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഡയറക്റ്റായിട്ട് തന്നെ കൊടുത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അവിടെ അറ്റൻഡ് ചെയ്യാം. ആദ്യത്തെ ചാപ്റ്ററിൽ നെറ്റ്വർക്കെന്നും ഡമ്മി ആക്ടിവിറ്റിയും ഫ്രീ ഫ്ലോട്ടൊക്കെ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. പെർട്ട്, ഡെസിഷൻ തിയറി അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ക്രിട്ടിക്കൽ പാത്ത്, ഇതെല്ലാം അതിൽ നിന്നാണ് വന്നിരിക്കുന്നത് കൂടുതലായിട്ട്. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. നെക്സ്റ്റ് ലാപ്ലേസ് ക്രൈറ്റീരിയൻ എന്താണ്. ഹെർവിക്സ് ആൽഫ ക്രൈറ്റീരിയൻ എന്താണ്. മിനിമാക്സ് ക്രൈറ്റീരിയൻ. വാട്ട് ഡു യു മീൻ ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ, അതായത് EVPI. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ഷെഡ്യൂളിംഗ്, ഡിഫൈൻ റിസ്ക്, വാട്ട് ഡു യു മീൻ ബൈ പ്യുവർ സ്ട്രാറ്റജി. അപ്പോൾ ഏകദേശം കുറച്ചൊരു എഴുതാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഹെർവിക്സ് ആൽഫ ക്രൈറ്റീരിയനോ അതല്ലെങ്കിൽ പ്യുവർ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ EVPIയോ എഴുതാൻ കൃത്യമായി ചിലപ്പോൾ കിട്ടിക്കോളന്നില്ല. എന്നിരുന്നാലും ഒരു 12 ക്വസ്റ്റ്യൻ വരെ വളരെ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പേപ്പർ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പോയിൻറ്റ്സും ഇവിടെ വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ റിസർച്ച് ചോദിച്ചു, നെറ്റ്വർക്ക്, ഡമ്മി ആക്ടിവിറ്റി, ഫ്രീ ഫ്ലോട്ട്, പെർട്ടും CPM ഒരേ ഇതിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡാണ് അതിൽ വന്നത്. ഡിസിഷൻ തിയറി എന്താ ചോദിച്ചിട്ടുണ്ട്. മിനിമാക്സ് ക്രൈറ്റീരിയൻ ഏതെങ്കിലും ഒന്ന് ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു. റിസ്ക് എന്ന് പറയുന്നത് എന്തിനാണ്, ആൻഡ് പ്യുവർ സ്ട്രാറ്റജി, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ആ ഒരു പാർട്ട് നിങ്ങൾക്ക് ഓക്കെയാണ്. നെക്സ്റ്റ് പാർട്ട് ബിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 4 ക്വസ്റ്റ്യൻ തിയറി, 4 ക്വസ്റ്റ്യൻ പ്രോബ്ലം ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഇതിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ തിയറി വന്നിട്ടുണ്ട്. ബാക്കി 3 ക്വസ്റ്റ്യനാണ് പ്രോബ്ലം വന്നിട്ടുള്ളൂ. വാട്ട് ആർ ദ ഫേസസ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച്. വീണ്ടും 1ാമത്തെ ചാപ്റ്ററിൽ തന്നെ ഓപ്പറേഷൻ റിസർച്ചിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്നും ഒഴിവാക്കാനില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് തന്നെ വീണ്ടും ആ ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് അടുത്ത സെക്ഷനിൽ ചോദിച്ചിരിക്കുന്നത്. അടുത്തത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഓപ്പറേഷൻ റിസർച്ചിൻ്റെ വീണ്ടും ചോദിച്ചു, ടെക്നിക്സ് കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ഫേസ് ചോദിച്ചു, ടെക്നിക്ക് ചോദിച്ചു. ഇവിടെ തന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് വന്നു, നെറ്റ്വർക്ക് അനാലിസിസ് വന്നു. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഡീലർ വിഷസ് ടു പർച്ചേസ് എ നമ്പർ ഓഫ് ഫാൻസ് ആൻഡ് സ്വിങ് മെഷീൻസ്. ഹി ഹാസ് ഓൺലി ₹5,762 ഇൻവെസ്റ്റ് ആൻഡ് ഹാസ് സ്പേസ് at most for 20 items. A fan cost him ₹360 and a sewing machine ₹240. His expectation is that can sell a fan at a profit of ₹22 and sewing machine at a profit of ₹18. Assuming that he can sell all the items that he can buy, how should we invest his money in order to maximize his profit? 5,640 രൂപ കൊണ്ട് കുറച്ച് ഫാനും അതേപോലെ തന്നെ തുന്നൽ മെഷീനും വാങ്ങാനാണ് ഉദ്ദേശിച്ചത്. ഒരു ഫാൻ 360 രൂപയും ഒരു സ്വിങ് മെഷീൻ 240 രൂപയും കണക്കാക്കുക. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ 22 രൂപ ലാഭത്തിന് ഫാൻ വിൽക്കാം, സ്വിങ് മെഷീൻ ഒരു 18 രൂപ ലാഭത്തിനും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര ഐറ്റംസാണ്
ഇത്തരത്തിൽ സെല്ല് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ വാങ്ങിയ എല്ലാ ഐറ്റംസും സെല്ല് ചെയ്തു. ആൻഡ് എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പ്രോഫിറ്റ് എന്നുള്ള കാര്യത്തിൽ, ആ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊരു ക്വസ്റ്റ്യനാണ് അവിടെ വന്നത്. പിന്നെ വീണ്ടും ഒരു തിയറി ക്വസ്റ്റ്യൻ വന്ന് എക്സ്പ്ലെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് ഗെയിം തിയറി. ഗെയിം തിയറിയുടെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം. അപ്പോൾ ഗെയിം തിയറിയിൽ നിന്നും ക്വസ്റ്റ്യൻ അവിടെ വന്നു. പിന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡെസ്റ്റിനേഷനൊക്കെ തന്നിട്ടുണ്ട്. ഡിമാൻഡും സപ്ലൈയും D1 D2 D3 ഒക്കെ തന്നിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രോബ്ലമാണ്, ഫീസിബിൾ സൊല്യൂഷനാണ്. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കാണാനാണ് പറഞ്ഞത്. ട്രാൻസ്പോർട്ടേഷനിൽ തന്നെ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ പ്രകാരം ഇതെല്ലാം അവിടെ കൃത്യമായിട്ട് നമ്മൾ പറയേണ്ടതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിൽ. അതേപോലെ തന്നെ നെറ്റ്വർക്ക് വരയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വളരെ ഈസി ആയി തന്നെ തന്നിട്ടുണ്ട്. പ്രൊജക്റ്റും അതിൻ്റെ ആക്ടിവിറ്റീസായിട്ട് പ്രൊസീജിയറും റിലേഷൻഷിപ്പും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് നെറ്റ്വർക്ക് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്നൊന്നും നമുക്ക് ഉദ്ദേശിച്ച പോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നു. ഇപ്രാവശ്യം LPP എന്നാണ് ക്വസ്റ്റ്യൻ അവിടെ ഇല്ലാതിരുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം വളരെ ഈസി. ഇപ്പോൾ ഈ ഒരു രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നതും നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ ഇവിടെ തിയറി ആയിട്ട് കിട്ടി, 3 ക്വസ്റ്റ്യൻ മാത്രമേ പ്രോബ്ലം ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മാക്സിമം അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും 8 ക്വസ്റ്റ്യനാണ്. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാവുന്ന പോലെയൊക്കെ എഴുതിയിട്ട് മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ്. ഇനി പാർട്ട് സിയിലേക്ക് വരുമ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു essay ക്വസ്റ്റ്യനും 3 പ്രോബ്ലം ക്വസ്റ്റ്യനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ വീണ്ടും ORൻ്റെ മാനേജറിയൽ ഡെസിഷൻസിൽ ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ടെക്നിക്കാണ്. മാനേജറിയൽ ഡെസിഷൻ മേക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ തന്നെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വീണ്ടും ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഇനി പ്രൊജക്റ്റ് ഷെഡ്യൂൾ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് അതിലെന്തൊക്കെയാണ് ആക്ടിവിറ്റിയും ടൈമും തന്നിട്ട് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാനും അതുപോലെ EST LST EFT LFT ഒക്കെ കാണാനും TEയും TLO കാണുക, ക്രിട്ടിക്കൽ പാത്തും പ്രൊജക്റ്റ് ഡ്യൂറേഷൻ. അപ്പോൾ നെറ്റ്വർക്ക് എന്നാണ് ഇപ്രാവശ്യം 5 മാർക്കിനും അതേപോലെ തന്നെ essay ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ഇതാണ് മെയിനായിട്ട് ഒരു ഫോക്കസ് ചെയ്തത്. LPP ഷുവറായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെ. പക്ഷേ LPP ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം മൊത്തം എല്ലാറ്റിലും LPP വന്നുകൊണ്ടാണ് തോന്നുന്നു അവർ കൂടുതലായിട്ട് ഇപ്രാവശ്യം വേറൊരു കുറച്ച് കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിതെല്ലാം എക്സ്പെക്റ്റ് ചെയ്ത പ്രോബ്ലംസ് തന്നെയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. 4 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു തിയറി എഴുതാം, അല്ല 2 പ്രോബ്ലംസ് അറിയുന്ന ആളുകൾക്ക് ഫുൾ മാർക്ക് അവിടെ സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു മാനേജ്മെൻറ്റ് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ തിയറിയുടെ ആ നോട്ട്സൊക്കെ നല്ല ഉപയോഗമായിട്ടുണ്ടാവും എല്ലാവർക്കും. തിയറി മാത്രം പഠിച്ച ആൾക്കാരാണെങ്കിലും ജയിക്കാനുള്ള മാർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ സ്കോർ ചെയ്യാൻ പറ്റും തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക്